ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026-27 വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന PSC പരീക്ഷകളുടെ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഈ 5000+ ഫാക്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ പാർട്ടുകളായിട്ടുണ്ട്. ഇന്ന് ഒരു പുതിയ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സീരീസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഒരു 50ഓളം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ആവർത്തന ചോദ്യങ്ങളാണ്. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെയാണ് നാണു ആശാൻ എന്നറിയപ്പെട്ടത്. കാളയെപ്പോലെ അധ്വാനിക്കൂ എന്നിട്ട് മുനിയെപ്പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കറിന്റെ വാക്കുകളാണ്. ഇന്ത്യയിൽ എത്ര തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ 3 തവണയാണ് വന്നിട്ടുള്ളത്. 1965, 71, 75. ഈ 3 തവണയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത്. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം രാമചന്ദ്ര ഗുഹ. അദ്ദേഹമാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത്. അപ്പൊ 4 ചോദ്യങ്ങൾ പഠിച്ചേ. നാണു ആശാൻ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ശ്രീനാരായണ ഗുരുവിനെയാണ്. കാളയെപ്പോലെ അധ്വാനിക്കൂ മുനിയെപ്പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയിൽ എത്ര തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഉത്തരം 3 തവണയാണ്. 1965, 71, അതേപോലെ തന്നെ 1975. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. 4 പോയിന്റുകൾ ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ 4 പോയിന്റും അറിയാം. നമുക്ക് 5ാമത്തെ പോയിന്റിലേക്ക് പോകാം. GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. ആദ്യമായി മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 29 ആദ്യമായി മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത്. ഇന്ത്യയിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ പൗരത്വം കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏകപൗരത്വമാണ്. പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യയിൽ പൗരത്വം നേടാവുന്നത് 5 രീതികളിലും പൗരത്വം റദ്ദ് ചെയ്യപ്പെടുന്നത് 3 രീതികളിലും ആണ്. പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അവകാശമുള്ളത്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ആദ്യമായി മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത് 2016 സെപ്റ്റംബർ 29. ഇന്ത്യയിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം പൗരത്വം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ്. പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ ഇവിടെ ഒരു 2, 4, 5 പോയിന്റുകൾ, മൊത്തം 9 പോയിന്റുകൾ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞു. GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ആദ്യമായി മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത് 2016 സെപ്റ്റംബർ 29. ഇന്ത്യയിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏകപൗരത്വമാണ്. പൗരത്വം അനുവദിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ്. പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. 1ാം അടിയന്തരാവസ്ഥ, 3 അടിയന്തരാവസ്ഥ കാലമാണ് ഉണ്ടായിട്ടുള്ളത്. 1ാമത്തെ അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്ത പ്രസിഡന്റ് ആരാണ്? ഉത്തരം സക്കീർ ഹുസൈൻ ആണ്. 2ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? ഉത്തരം VV ഗിരിയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ മുഴുവൻ പോയിന്റുകളും നമ്മൾ പഠിക്കണം. ഇക്രാന്തി എന്ന് പറയുന്നൊരു പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക്സ് ഡെലിവറിയുമായി ബന്ധപ്പെട്ടതാണ് ഇക്രാന്തി എന്ന് പറയുന്ന. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇക്രാന്തി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്? ഉത്തരം പ്രസിഡന്റ് ആണ്. 1ാം അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്തത് സക്കീർ ഹുസൈൻ. 2ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരി. ഇക്രാന്തി എന്ന് പറയുന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഒന്നാം അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്തത് സക്കീർ ഹുസൈൻ, എന്നാൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി. ഇക്രാന്തി എന്ന് പറയുന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. UPSCയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പോൾ UPSCയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. മറന്നു പോകരുത്. UPSC രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1926 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് UPSC രൂപീകൃതമായത്. UPSC രൂപീകൃതമായത് 1926 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011-ലാണ്. അവസാനമായി സെൻസസ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ്. വർഷം 1881. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ്. അപ്പൊ UPSCയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. UPSC രൂപീകൃതമായത് 1926 ഒക്ടോബർ 1-ന്. അവസാനമായി ഇന്ത്യയിൽ സെൻസസ് നടന്നത് 2011. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭു 1881-ലാണ് ആദ്യമായി ഔദ്യോഗിക സെൻസസ് റിപ്പൺ പ്രഭു നടപ്പിലാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1951-ലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം 1951. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് മണിപ്പൂരാണ്. ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. എന്നാൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ആ ഒരു മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1951. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂര്. ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രശസ്തമായ മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം എവിടെയാണ്? രാജസ്ഥാനാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യറാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? അല്ലെങ്കിൽ ഗൂമർ എവിടെയുള്ള ഒരു നൃത്തരൂപമാണ്? ഉത്തരം രാജസ്ഥാനിലേതാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ കവി എന്നറിയപ്പെടുന്ന രവീന്ദ്രനാഥ ടാഗോർ. IT ആക്ട് നിലവിൽ വന്ന വർഷം 2000-ലാണ്. 2000-ലാണ് IT ആക്ട് നിലവിൽ വന്നത്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ് ആണ്. 8.3 മിനിറ്റ്. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം കിട്ടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കോശശ്വസനം എന്ന്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവാരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ്. IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എത്ര സമയമെടുക്കും? 8.3 മിനിറ്റ് സമയമാണ് എടുക്കുക. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം കിട്ടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കോശശ്വസനം എന്ന്. അടുത്ത ചോദ്യം നോക്കാം. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയിൽ നിന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ എന്ന്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം
അടൽ ബിഹാരി വാജ്പേയി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. സമാധാനത്തിന്റെ ആൾ രൂപം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിന്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനമാണ്. പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ്. ഗരീബി ഹട്ടാവോ വളരെ ഇമ്പോർട്ടന്റ്. ഇന്നത്തെ 5000+ ഫാക്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാം ആവർത്തന ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധിയാണ്. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? ഏത് പ്രധാനമന്ത്രിയാണ്? അടൽ ബിഹാരി വാജ്പേയി. സമാധാനത്തിന്റെ ആൾ രൂപം എന്നറിയപ്പെടുന്നത് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. എന്നാൽ ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആണെന്ന് ചോദിച്ചാൽ പൂന്താനമാണ്. പൂന്താനം നമ്പൂതിരിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൊണ്ടസ്ക്യൂ ആണ്. മൊണ്ടസ്ക്യൂ ആണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കോൺവാലിസ് പ്രഭുവിനെയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സിവിൽ സർവീസ് പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. സത്യേന്ദ്രനാഥ് ടാഗോർ ഈ സിവിൽ സർവീസ് പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവിനെയാണ്. സിവിൽ സർവീസ് പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ് ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ബാലഗംഗാധര തിലകാണ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. രാമനമ്പിയാണ് വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത് പൊയ്കയിൽ അപ്പച്ചൻ. ഷൺമുഖദാസൻ എന്ന് അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട മുഴുവൻ കേരള നവോത്ഥാനത്തിലെ ഫാക്റ്റുകളും പഠിച്ചു വെക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണത്. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആരാണ്? ബാലഗംഗാധര തിലക്. വയനാട്ടിലെ കാടുകളിൽ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത് പൊയ്കയിൽ അപ്പച്ചൻ. ഷൺമുഖദാസൻ എന്ന് അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകരാണ് ചട്ടമ്പി സ്വാമികൾ. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാൺപൂരിലാണ്. കാൺപൂരിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഇത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എവിടെയാണ് എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ 5000+ ഫാക്സ് വിട്ടുകളയരുത് കേട്ടോ. എല്ലാം ഏത് PSC പരീക്ഷയാണെങ്കിലും ഈ ഒരു ഫാക്റ്റുകളുടെ ക്ലാസ് ഫോളോ ചെയ്യണം. ഹാജാസ് ക്ലാസ്സസിനകത്തെ മാസ്റ്റർ ക്ലാസ് 21 പോർഷൻസ് എടുത്തു. 21 ടോപ്പിക്, 21 ക്ലാസ്സായി. 21 ക്ലാസ്സിലൂടെ 21 ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ. അതായത് സയൻസിൻ്റെ എൻഡോക്രൈൻ സിസ്റ്റം മൊത്തം കവർ ചെയ്തു, വൈറ്റമിൻസ് കവർ ചെയ്തു. ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും വളരെ വ്യക്തമായി ഒരു പോയിന്റ് പോലും നഷ്ടപ്പെട്ടുകൂടാ എന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണത്. അപ്പം അതൊന്ന് കൃത്യമായി കണ്ടുവരണം. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാൺപൂരിലാണ്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്ന രോഗം ഉണ്ടാകും. ഓക്കെ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽഷ്യത്തിന്റെ ആഗിരണം ഉണ്ടാകുള്ളൂ. അപ്പോൾ നോക്കൂ, മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുച്ചിലോട്ട് ഭഗവതി തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെയ്യവുമായി. അപ്പൊ ഈ ഒരു ക്ലാസ്സുകളെ കുറിച്ചുള്ള ഈ ഒരു 5000+ ഫാക്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കണം. കാരണം ഇത് നമുക്കിത് ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ മാറ്റിപ്പിടിക്കണോ? കാരണം വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കിത് മാറ്റിപ്പിടിക്കണോ, അത് നിർത്തലാക്കണോ എന്നൊന്നൊരു തീരുമാനം എടുക്കണ്ടേ. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്.
ഒരു ക്ലാസ് ഒരു ദിവസം തന്നെ ഒരു 20K 30K വ്യൂസ് കിട്ടിക്കൊണ്ടിരിച്ചാൽ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് ഒരു വർഷത്തോളം കാലം നമ്മൾ ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നമുക്ക് യൂട്യൂബിലേക്ക് സജീവമായിട്ട് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ അങ്ങ് ഡൗൺ ആയി. കയറി വരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അനക്കങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ വലിയൊരു പ്രകമ്പനം ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മുമ്പ് ഈ ചാനലിനെ ഫേമസ് ആക്കിയത്, ആൾക്കാരുടെ മുൻധാരയിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? ഈ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അവര് ഇതിനെ സ്റ്റാറ്റസ് വയ്ക്കുക, അവർ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, 1-2 ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരിനകത്ത് സെറ്റ് ആവും. പിന്നെ അവരെന്ത് ചെയ്യും? ഇതിനകത്തുള്ള മുഴുവൻ ക്ലാസ്സുകൾ അവർ കാണും. കാരണം ക്ലാസ്സുകളുടെ നിലവാരം വെച്ച് നോക്കിയാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനികളും ഇത്തരത്തിൽ ക്ലാസ് കൊടുക്കുന്നില്ലെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ 5000 ഫാക്സ് ഒക്കെ നമുക്ക് വെച്ച് അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ വരണം. കമൻറ്റുകൾ വളരെ കുറവാണ്. ഓരോ വീഡിയോയ്ക്ക് പിന്നിലും ഒരു ദിവസത്തെ നമ്മുടെ സമയവും എഫേർട്ടുമുണ്ട്. പക്ഷേ കമൻറ്റുകൾ വളരെ കുറവ്. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അൽഗോരിതം കുറെ കൂടെ നമ്മൾ ശ്രദ്ധിക്കും എന്ന് പറയുന്നത് കേട്ടു, അറിയില്ല. നോക്കാം. കൃഷ്ണനാട്ടം രചിച്ച ഭാഷ ഏതാണ്? കൃഷ്ണനാട്ടം രചിച്ച ഭാഷ സംസ്കൃതമാണ്. രാമനാട്ടമാണെങ്കിലോ, രാമനാട്ടം എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ്, കൃഷ്ണനാട്ടം എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഏത്? കഥകളി. കായിക കേരളത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ്. കൃഷ്ണനാട്ടം എഴുതിയ ഭാഷ സംസ്കൃതമാണ്. രാമനാട്ടം എഴുതിയ ഭാഷ മലയാളമാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ്. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ആവർത്തന ചോദ്യമാണ്. ഉത്തരം സംക്ഷേപ വേദാർത്ഥം ആണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ സംസ്കൃത കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഐതരേയ ആരണ്യകം. ഐതരേയ ആരണ്യകം കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചതാരാണ്? ഉത്തരം MN റോയി ആണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. മലയാള ഭാഷയിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി MN റോയിയുടേതാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് അഫേഴ്സ്, 2026 കറണ്ട് അഫേഴ്സ്. 2025 ഓൾമോസ്റ്റ് എല്ലാം എടുത്തു. 2026 കറണ്ട് അഫേഴ്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ മാസ്റ്റർ ക്ലാസ് 21 പാർട്ടായിട്ടുണ്ട്. 5000+ ഫാക്സിന്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സയൻസുകളുടെ ടോപ്പിക് ക്ലാസ് അതിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഉണ്ടാകും എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.